അർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ഏറെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധമായ സ്ഥലത്ത് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ 25 വർഷമായി ആധ്യാത്മിക ശുശ്രൂഷയിൽ സഭയിൽ പ്രവർത്തിച്ചു വരുന്നു എങ്കിലും ആദ്യമായിട്ടാണ് ഈ ദേവാലയത്തിൽ ദൈവവചനത്തെ ശുശ്രൂഷിപ്പാൻ എനിക്ക് സാഹചര്യമുണ്ടാകുന്നത്. അതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ ഈ കരുതലിനും സ്നേഹത്തിനും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സാന്നിധ്യമുറങ്ങുന്ന ഈ അനുഗ്രഹീത ഇടത്ത് തമ്പുരാൻ്റെ വചനത്തെ വിളമ്പാൻ ദൈവം എനിക്ക് നൽകിയ ഈ ഭാഗ്യത്തിനുമായി ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിക്കുന്നു. വലിയ നോമ്പിൻ്റെ സമാപന ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നൊയമ്പ് എന്നത് നമ്മുടെ ജീവിതത്തെ തിരുത്തുവാനും തിരുവചനത്തിലൂടെ നമ്മുടെ കുറവുകളെ തിരിച്ചറിയുവാനും ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തോട് നമ്മുടെ ജീവിതാനുഭവങ്ങളെ ചേർത്ത് വയ്ക്കുവാനും തൻ്റെ പുനരുദ്ധാനത്തിൻ്റെ അനുഭവം നമ്മുടെ ഹൃദയങ്ങളിൽ ലഭിച്ച് ഒരു ഉയർപ്പനുഭവത്തിൽ ജീവിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ദിനങ്ങളാണ്. ഒരിക്കൽ കൂടി അപ്രകാരമുള്ള ദിനങ്ങൾ ദൈവം നമുക്കായി ഒരുക്കിയതിൽ ദൈവത്തെ സ്തുതിക്കാം. നോയമ്പ് കാലത്തിൻ്റെ ഒരു പ്രധാന ശുശ്രൂഷ എന്നത് വിശുദ്ധ കുംഭസാരമാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് നൊയമ്പ് കാലത്ത് വിശുദ്ധ കുംഭസാരം നടത്തുന്നത്? ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തെ നാം ധ്യാനിക്കാൻ ഒരുങ്ങുന്നതിന് മുൻപായി നമ്മുടെ കുറവുകളെ, പാപങ്ങളെയെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവയെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധി പ്രാപിച്ച് നമ്മളിലെ പഴയ മനുഷ്യനെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ദുഃഖവെള്ളി ദിനം വിശുദ്ധ സ്ലീബ ഖബറടക്ക ശുശ്രൂഷയുടെ സമയത്ത് ആചാരപ്രകാരം എല്ലാം ഒരുക്കി ഖബറടക്കത്തിൻ്റെ ആ ശുശ്രൂഷ നടക്കുമ്പോൾ നമ്മളിലെ പഴയ മനുഷ്യനെ ആ സ്ലീബായോടൊപ്പം ഖബറടക്കി എഴുന്നേൽപ്പിൻ്റെ ആ ദിവസം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെ ക്രിസ്തുവിൻ്റെ ആ ഉയർപ്പിൻ്റെ ധ്യാന നിമിഷം ഒരു പുതിയ മനുഷ്യനായി നാം വീണ്ടും ജനിച്ച് ആ പുതുക്കത്തിൻ്റെ ചൈതന്യത്തിൽ തുടർന്ന് ജീവിക്കുക എന്നതാണ് ഉദ്ദേശം. അപ്രകാരം ഉള്ള പുതുക്കത്തിൻ്റെ ചൈതന്യത്തിലുള്ള ഒരു ജീവിതത്തിന് ഒരു മാനസാന്തര ജീവിതം എന്നാണ് വിളിക്കുക. മാനസാന്തര ജീവിതത്തിനുള്ള ക്ഷണവും ഒരുക്കവുമാണ് ഈ നോയമ്പ് കാലത്ത് നമുക്കുണ്ടാകുന്നത്. ഇന്ന് ഈ ധ്യാന ദിനം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം, അപ്രകാരം വിശുദ്ധ കുംഭസാരം നടത്തി പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, പാപശീലങ്ങൾ ഉപേക്ഷിച്ച്, ദുഃഖവെള്ളിയുടെ ധ്യാനദിനങ്ങളിലൂടെ കടന്നുപോയി ഉദ്ധാന അനുഭവത്തിൽ ഒരു മാനസാന്തര ജീവിതം നയിച്ചാൽ, അങ്ങനെ നയിക്കുന്ന ഒരാൾക്ക് യേശുക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന, സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തെല്ലാം? ഒരു മാനസാന്തര ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം എന്നാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളൊരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ആത്മീയ ഗുണങ്ങളെപ്പറ്റി കേൾക്കുമ്പോൾ, അങ്ങനെയെങ്കിൽ പുതിയ ഒരു മനുഷ്യനാകാനുള്ള ഒരു പ്രേരണ, ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഈ സന്ദേശത്തിലൂടെ ലഭ്യമാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ആയതിനായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന തിരുവചന ഭാഗം പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായമാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം മുഴുവൻ പങ്കുവെക്കുന്നത് മാനസാന്തര ജീവിതം നയിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയാണ്.
സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന ഗുണങ്ങൾ. ഇത്രത്തോളം ഗുണങ്ങൾ ഒരു വിശുദ്ധ ജീവിതത്തിനുണ്ടെങ്കിൽ നിശ്ചയമായും അതെനിക്കും വേണമെന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാവുക എന്നതാണ് ഈ ധ്യാന നിമിഷങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത്. ഓരോന്നായി ഞാൻ പങ്കുവെക്കുകയാണ്. ഈ റോമാലേഖനം 8-ാം അധ്യായം ആദിയോട് അന്തമെടുക്കുമ്പോൾ ഒരു 10 ഗുണങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. മാനസാന്തര ജീവിതം നയിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന 10 ഗുണങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോമ്പുകാലം നിങ്ങൾ അർത്ഥവത്തായി ഉപയോഗിച്ച് നിങ്ങളുടെ തെറ്റുകളെ ഉപേക്ഷിച്ച് ഒരു ഉയർപ്പ് കാലത്ത് വിശുദ്ധ ജീവിതത്തിന് നിങ്ങൾ തയ്യാറായാൽ ഈ 10 ഗുണങ്ങൾ നിങ്ങൾക്കും കിട്ടും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഏതെല്ലാമാണ് ആ ഗുണങ്ങൾ? ഒന്നാമത്തെ ഗുണം റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ആ വാക്യം വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. മാനസാന്തര ജീവിതം നയിക്കുന്ന ഒരാൾക്കുണ്ടാകുന്നൊരു 1-ാമത്തെ ബെനിഫിറ്റ്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുക? ഒരാൾ ക്രിസ്തുവിലുള്ളവൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുക? അത് മറ്റൊന്നുമല്ല, പാപമുപേക്ഷിച്ച് തെറ്റുകളെ വേണ്ട എന്ന് വെച്ച് ജീവിതത്തിലെ അശുദ്ധ സ്വഭാവങ്ങളെയൊക്കെ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ ചൈതന്യമുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരാളെയാണ് ക്രിസ്തുവേശുവിലുള്ളവൻ എന്ന് വിളിക്കുക. അങ്ങനെ ക്രിസ്തുവേശുവിലുള്ള ഒരു മനുഷ്യന് ശിക്ഷാവിധിയില്ല എന്നാണ് 1-ാമത്തെ ബെനിഫിറ്റ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നത് തന്നെ ശിക്ഷാഭയത്തിൽ നിന്നാണ്. പലതരം ഭയങ്ങളാണ് പലപ്പോഴും നമ്മുടെ ദൈവാന്വേഷണത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നത്. ശരിയല്ലേ എന്ന് ചിന്തിക്കുക. നമ്മിൽ പലർക്കും നമ്മുടെ ജീവിതത്തെപ്പറ്റി നല്ല പേടിയുള്ളവരാ, നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി നല്ല പേടിയുള്ളവരാ. കൃത്യമായി പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ആണ്ടുകുമ്പസാരം നടത്തുകയും ഒക്കെ ചെയ്തില്ല എങ്കിൽ എനിക്ക് വല്ല അസുഖം വരുമോ, എനിക്ക് വല്ല അപകടം ഉണ്ടാവുമോ? നമുക്ക് കുടുംബമുള്ളവരാണ്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അവർക്കെന്തെങ്കിലും പ്രയാസങ്ങൾ, കുഞ്ഞുങ്ങളുടെ പരീക്ഷാകാലമാണ്. പലരും ഇന്ന് ഈ ധ്യാനത്തിന് വന്നിരിക്കുന്നത് തന്നെ പരീക്ഷയ്ക്ക് ടെൻഷൻ അടിച്ച് വീട്ടിലോ പരീക്ഷാ ഹാളിലോ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആശ്വാസം കിട്ടാൻ, ഭാരം മാറാനൊക്കെയാണ്. പരുമല വെള്ളിയാഴ്ച ധ്യാനത്തിന് വന്നിരുന്നില്ല എങ്കിൽ കുട്ടിക്ക് പരീക്ഷ പാടായാലോ എന്ന ഭയത്തിൽ വന്നിരിക്കുന്നവരുണ്ടാകാം. ചില ജോലികൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അതിനുള്ള അന്വേഷണത്തിൽ കൃത്യമായി വന്ന് പ്രാർത്ഥിച്ച് ഇരുന്നില്ല എങ്കിൽ അത് കിട്ടാതെ പോയാലോ എന്ന ഭയം. ഇങ്ങനെ മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ പിന്നിൽ പലപ്പോഴും ഭയം എന്നൊരു വികാരം ശക്തമായുണ്ട്. ഇത് ഈ കാലഘട്ടത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. മനുഷ്യൻ ദൈവത്തെ വിളിച്ചു തുടങ്ങിയത് തന്നെ പേടിച്ചിട്ടാണ്. എപ്പോഴും ഭയത്തിൻ്റെ ഒരു ആധ്യാത്മികത നിലനിർത്തുകയാണ്. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സന്ദേശത്തിൽ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ പഞ്ചായത്ത് വഴിയായി ഈ നൊയമ്പ് തുടങ്ങുന്നതിൻ്റെ പേത്രത്തോ ഞായറാഴ്ച ഒരു ഗുളിക, ഒരു ടാബ്ലറ്റ് വിതരണം ചെയ്തു എന്ന് കരുതുക. ആ ടാബ്ലറ്റിനൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഒരു വാക്സിനേഷൻ തന്നു എന്ന് വിചാരിക്കുക. ആ വാക്സിനേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ആ വാക്സിനേഷൻ ഉപയോഗിക്കുന്നവർക്ക് ഒരിക്കലും ഒരു രോഗവും വരില്ല. ആ വാക്സിനേഷൻ ഉപയോഗിക്കുന്നവർക്ക് മരണമില്ല. ആ വാക്സിനേഷൻ ഉപയോഗിക്കുന്നവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകും. ഏത് കാര്യവും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകും. അവർ പരീക്ഷയ്ക്ക് പോയിരുന്നാൽ അവർക്ക് മുഴുവൻ മാർക്ക് കിട്ടും. അവരൊരു ഇൻ്റർവ്യൂവിന് പോയിരുന്നാൽ അവർ നല്ല വിജയം കിട്ടും. ജോലിയിൽ അവർ നല്ല സക്സസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുള്ള ഒരു വാക്സിനേഷൻ എങ്ങാനും ഈ പേത്രത്തോ ഞായറാഴ്ച നിങ്ങൾ എടുത്തിരുന്നു എങ്കിൽ ഈ നൊയമ്പ് കാലത്ത് നിങ്ങൾ ഈ ധ്യാനത്തിനും ഈ കുമ്പസാരത്തിനും ഒക്കെ വരുമായിരുന്നു എന്നൊന്ന് ചിന്തിക്കൂ. പലപ്പോഴും ഇല്ല. കാരണം എവിടെയൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നത് തന്നെയാണ് നമ്മുടെ ദൈവാന്വേഷണത്തിൻ്റെ പിന്നിലുള്ള ആ കാതൽ എന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഭയമാണ് പലപ്പോഴും ദൈവാന്വേഷണത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ പറയാൻ കാരണം.
ഇനി പാപം ചെയ്യുന്നതിൽ നിന്ന് കുമ്പസാരിച്ച് പാപത്തെ ഉപേക്ഷിക്കുന്നതിൻ്റെ പിന്നിലും ഭയമാ. കാരണം ആണ്ടുകുമ്പസാരം നടത്തിയില്ല എങ്കിൽ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായാലോ, പാപത്തെ ഉപേക്ഷിച്ചില്ല എങ്കിൽ പ്രശ്നമുണ്ടായാലോ. അപ്പോൾ ഈ ഭയങ്ങളാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ശിക്ഷാഭയമാണ് നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ, പൗരസ്ത്യാധ്യാത്മികത നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ശിക്ഷാഭയത്തിലുള്ള ദൈവാന്വേഷണം അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഉള്ള ഒരു ദൈവാന്വേഷണമല്ല പൗരസ്ത്യാധ്യാത്മികത നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ വിദേശത്തുള്ള നമ്മുടെ ഒരു ദേവാലയത്തിൽ ചില ദിവസങ്ങളിലെ കൺവെൻഷനും ധ്യാനത്തിനുമൊക്കെ ആയിപ്പോയി. അവിടുത്തെ ശുശ്രൂഷകൾ പൂർത്തിയായപ്പോൾ ഒരു ഞായറാഴ്ച വികാരി അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇവിടുത്തെ സൺഡേ സ്കൂൾ കുട്ടികളുമായിട്ടൊന്ന് സംവദിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കൊണ്ടിരുത്തി അവരോട് ഞാൻ സംസാരിക്കുകയാണ്. അവരോട് സംസാരിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെയും ഹവ്വയുടെയും ഒക്കെ കഥ പറഞ്ഞുകൊണ്ടാണ് അവരോട് സംസാരിച്ചത്. ആദമും ഹവ്വയുടെയും ഒക്കെ കഥ പറഞ്ഞ്, തോട്ടത്തിലെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ കഥ പറഞ്ഞ്, അതിൽ നിന്ന് അവർ ഭക്ഷിച്ചപ്പോൾ അവരെ പുറത്താക്കിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഒരു വിരുദ്ധൻ എഴുന്നേറ്റ് നിന്നൊരു ചോദ്യം ചോദിച്ചു, അച്ഛാ, ഒരു സംശയമുണ്ട്. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി തോട്ടത്തിന് വേലി കെട്ടി എന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ. അങ്ങനെയാണെങ്കിൽ അവരെ പുറത്താക്കി കഴിഞ്ഞിട്ട് കെട്ടിയ ആ വേലി, ആ തോട്ടത്തിൽ ആ തിന്നാൻ പാടില്ലാത്ത മരത്തിൻ്റെ ചുറ്റുവൻ ദൈവം നേരത്തെ കെട്ടിവെച്ചിരുന്നെങ്കിൽ അവരാ തോട്ടത്തെ ആ പഴത്തിൽ കയറി പറം കയറി ഭക്ഷിക്കുമായിരുന്നില്ലല്ലോ. പിശാചിനത് കയറി വല്ല ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ പോലത്തെ ഫെസിലിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മരത്തിന് ചുറ്റും ഒരു വേലി കെട്ടിയിട്ട് ആ വേലിയിൽ തൊട്ടാൽ ഷോക്കടിക്കുമെങ്കിൽ അവിടെ കയറി ഭക്ഷിക്കില്ലായിരുന്നല്ലോ. ആ പാമ്പിനവിടെ കയറാൻ പറ്റില്ലായിരുന്നല്ലോ, പഴം എടുത്തു കൊടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ. ഇത് അവർക്ക് ഫ്രീലി ആക്സസബിളായി ആ തിന്നാൻ പാടില്ലാത്ത പഴം അവരുടെ മുന്നിൽ വെച്ചിട്ട് അത് തിന്നരുതെന്ന് പറയുന്നതിനകത്ത് എന്ത് മീനിങ് ആണുള്ളത്? നല്ല ചോദ്യമാണല്ലേ. നമ്മുടെ പിള്ളേരുടെ ചോദ്യങ്ങളൊക്കെ ഭയങ്കര നല്ലതാണ്. നമ്മൾ അവരെ കളിയാക്കി പലപ്പോഴും പറയും നല്ല, പക്ഷേ അവർക്ക് മറുപടി കൊടുക്കുമ്പോഴും സൂക്ഷിക്കണം. വിശ്വാസത്തിൻ്റെ ഉത്തരങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ലോജിക്കലി കൺവിൻസിങ് ആയിട്ടുള്ള ആൻസർ വേണം. ആ കുട്ടികളെല്ലാം വളരെ കൗതുകത്തോടെ മറുപടിക്കായി എൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആ ചോദ്യത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്കുമുള്ളൊരു ചോദ്യമാണ്. പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടും സുലഭമായി നിലനിർത്തിയിട്ട് പാപം ചെയ്യരുത് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, ആ കൈവെള്ളയിലിരുന്ന് നമ്മുടെ രഹസ്യ നിമിഷങ്ങളിൽ എത്രത്തോളം ഗൗരവമേറിയ പാപത്തിൻ്റെ ആഴങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ള സാധ്യത നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ട് കൈവെള്ളയെ വെച്ച് തന്നിട്ട് അത് ചെയ്യരുത് എന്ന് പറയുന്നതിനകത്ത് എന്താ കാര്യം? പ്രലോഭനം നമ്മുടെ കണ്ണിനും മനസ്സിനും തരത്തക്കവണ്ണം അഡ്വർടൈസ്മെൻറ്റുകളിലൂടെയും കാഴ്ചകളിലൂടെയും നമ്മുടെ ചുറ്റും ആഡംബരങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും ഭൗതിക ജീവിതം നമ്മുടെ കൺമുൻപിൽ ഇങ്ങനെ ഉയർത്തി വെച്ച് നിർത്തിയിട്ട് നീ അതിനോട് ആസ്വാദനം തോന്നരുത് എന്ന് കർത്താവ് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? അങ്ങനെയെങ്കിൽ ഇതൊന്നും നമ്മുടെ മുന്നിൽ വരുത്താതെ, ഇതൊന്നും ഇതെല്ലാം നമ്മളിൽ നിന്ന് അകറ്റി നിർത്തിയിട്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ പറഞ്ഞാൽ പോരെ. അടുത്തിടെ ചോദിച്ച ഒരു മദ്യപാനി ചോദിച്ച ഒരു ചോദ്യമാണ്, അച്ഛാ, ഷാപ്പ് അല്ലെങ്കിൽ ബാർ എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്ത് ബാറ് കൊണ്ടുവച്ചിട്ട് എന്നോടിത് കുടിക്കരുത് എന്ന് ഇതിൽ പ്രലോഭനമുള്ള എന്നോട് ദൈവം ആവശ്യപ്പെടുന്നതിന്, അങ്ങനെയാണെങ്കിൽ ഈ ബാർ ഇവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ബാർ ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത ബാർ കയറി, ഈ ബാർ വന്നതിന് ശേഷമാണോ ചേട്ടൻ കുടി തുടങ്ങിയത്? അല്ല, അതിന് മുന്നേ തുടങ്ങിയത്. അപ്പോൾ വേറെ ബാർ കയറി പോകുമായിരുന്നു. പ്രിയരെ, ഇവിടെയാണ് യേശു ബറാസീറയുടെ പുസ്തകം എന്ന് പറയുന്ന അപ്പോക്രിഫൽ പുസ്തകങ്ങളിൽ പെട്ട ഒരു വാക്യം എനിക്ക് വളരെ ഇഷ്ടമുള്ളത്. ആ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും, കേട്ടോ, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും, തിന്മ പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവരുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. ഞാൻ ആവർത്തിക്കാം: പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും,
തിന്മ പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാത്തവന്മാരുണ്ട്. അവരുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. ഒരു മനുഷ്യൻ വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് പാപം, തെറ്റ്, പ്രലോഭനം അവൻ്റെ കൺമുന്നിൽ നിന്ന് അവനെ മാടി വിളിക്കുമ്പോഴും അതിനോട് നോ, അരുത് എന്ന് ശക്തമായി പറയാൻ അവനെ പ്രേരിപ്പിക്കുന്നത് അത് ചെയ്താൽ ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്ന പേടിയല്ല, മറിച്ച് അത് ചെയ്യാൻ ആവശ്യപ്പെട്ടവനോടുള്ള സ്നേഹമാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും ആ പാമ്പ് പഴത്തിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നിടം വരെ ആ പഴം അവർക്കൊരു ചലഞ്ചായിരുന്നില്ല. ശരിയല്ലേ? ആ പഴം അവിടെ ഉണ്ടായിരുന്നു, ആ വൃക്ഷവും അവിടെ ഉണ്ടായിരുന്നു. അവരെ സൃഷ്ടിച്ചപ്പോഴേ ദൈവം പറഞ്ഞതാണ്, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന്. അത് തിന്നരുത് എന്ന് തങ്ങളുടെ സൃഷ്ടാവ് പറഞ്ഞ നിമിഷം തന്നെ അത് തിന്നാനുള്ള അവിടെ തീരുമാനവും താല്പര്യവും അവരുടെ ഹൃദയത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം എന്താണ്? അവരുടെ ഡിസിഷൻ അവരുടെ സൃഷ്ടാവ് പറഞ്ഞതാണ്. അവരുടെ തീരുമാനം ആ സൃഷ്ടാവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങളുടെ സൃഷ്ടാവ് ഞങ്ങളോട് നോ പറഞ്ഞു, അതുകൊണ്ട് അത് ഞങ്ങളുടെ മുന്നിൽ നിന്നാലും ഞങ്ങൾക്കത് നോ ആണ്. അതുകൊണ്ടാണ് സ്വമേധയാ അവർ ആ ഫലം ഭക്ഷിക്കാതിരുന്നത്. പാമ്പ് അവരെ ശ്രദ്ധയിലേക്ക്, ആ പഴത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. ഞാനിത് പറഞ്ഞത് പ്രിയരെ, കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം നമ്മളെ വിശുദ്ധിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് ശിക്ഷാഭയമല്ല, ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹമാണ്. നോ പറയാൻ നമ്മെ പഠിപ്പിക്കേണ്ടതും ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹമാണ്. നൊയമ്പ് കാലത്ത് മത്സ്യമാംസാദികളോട് നോ പറയുന്ന കാലമാണ്. ഈ മത്സ്യമാംസാദികളോട് നോ പറയുന്നത്, ഒരു കുഞ്ഞു ചോദിച്ചതാണ്, അച്ഛാ നൊയമ്പിൽ മീൻ കഴിച്ചാൽ എന്താ മരിച്ചു പോകൂ? ഒരു ഇറച്ചി കഷ്ണം കഴിച്ചു പോയി എന്ന് കരുതി കർത്താവ് എന്നെ ശിക്ഷിക്കുമോ? ഇതല്ല നൊയമ്പിൻ്റെ പിന്നിൽ, നൊയമ്പ് നോക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചേതോ വികാരം. ഇത് നോ പറയാനുള്ള പരിശീലനമാണ്. അടിസ്ഥാനപരമായി ഈ നൊയമ്പ് കാലത്ത് മത്സ്യമാംസാദികളോട് നോ പറയാൻ കഴിയാത്ത ഒരാൾക്ക് പോലും അവരുടെ ജീവിതത്തിൽ വരുന്ന പാപപ്രലോഭനങ്ങളോട് നോ പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ മക്കൾ നൊയമ്പ് നോക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾ മത്സ്യമാംസാദികൾ വെടിയുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അവരെ അതിന് നിർബന്ധിക്കാറുണ്ടോ? അവർക്ക് ഇന്ന് ഇഷ്ടം പച്ചക്കറിയൊന്നും നമ്മുടെ മക്കൾക്ക് ഇഷ്ടമേ അല്ല. അവർക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം തന്നെയാണ് ഇഷ്ടം. അവർ നിർബന്ധമായും അതിനു വേണ്ടി പറയുമ്പോൾ നോ മക്കളെ, ഇതിനോട് വേണ്ട എന്ന് പറഞ്ഞ് നീ ശീലിച്ചാലാണ് നീ വളർന്നു വരുമ്പോൾ നിന്റെ ചുറ്റും തിരുവചനം അരുത് എന്ന് പറയുന്ന ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് നോ പറയാൻ നിനക്ക് പറ്റൂ. അതുകൊണ്ട് നീ നോ പറയാൻ പഠിക്ക്. നിന്റെ മുന്നിൽ നിനക്കിഷ്ടമുള്ള ഭക്ഷണം ഇരിക്കുമ്പോൾ അതിനോട് നോ പറയാൻ പഠിക്ക്. ഈ കാലഘട്ടത്തിൽ അത് വേണ്ട എന്ന് പറയാൻ നീ പഠിക്ക് എന്ന് പറഞ്ഞ് മക്കളെ നിർബന്ധിച്ച് പരിശീലിപ്പിക്കുന്ന അപ്പനും അമ്മയും ഇല്ലെങ്കിൽ അവർ വലുതായി കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രലോഭനങ്ങളോട് നോ പറയാൻ കഴിയാതെ അവരാ പാപത്തിന് വശംവദരായി ജീവിക്കുന്നത് കണ്ടു നിന്ന് കരയേണ്ടി വരും അപ്പനും അമ്മയ്ക്കും. ഈ തിരിച്ചറിവുണ്ടാകണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ശിക്ഷാഭയമല്ല നൊയമ്പ് നോക്കാനും നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്. ഒരു ഞായറാഴ്ച ആരാധനയിലേക്ക് നമ്മളെ കൂട്ടിവരുത്തേണ്ടത്, നമ്മുടെ ഇടവകപ്പള്ളിയിൽ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെ കൊണ്ടുവരേണ്ടത് ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്. ഞാൻ ഈ ഒരാഴ്ചയായി എൻ്റെ തമ്പുരാനെ കാണാൻ ദാഹിക്കുന്നു. ഞാനിതാ ഈ ഞായറാഴ്ച എൻ്റെ ദേവാലയത്തിലേക്ക് വരുന്നു. അഗ്നിമയന്മാരാരെ നോക്കി വിറയ്ക്കുന്നുവോ അവനെ ഇതാ ഞാൻ ഈ മേശയിൽ അപ്പവും വീഞ്ഞുമായി ആഗ്രഹത്തോടെ ദാഹത്തോടെ കാണുന്നു. സ്വർഗത്തിലെ മാലാഖമാർ പോലും കാണാൻ കൊതിക്കുന്ന രൂപത്തെ എൻ്റെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായി ഞാനിതാ ഈ മദ്ബഹായിൽ പുരോഹിതൻ്റെ കരങ്ങളിലൂടെ ദർശിക്കുന്നു. ഇതാ എനിക്ക് വേണ്ടി കാർവറിയിൽ തകർക്കപ്പെട്ട എൻ്റെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും എൻ്റെ നാവിലൂടെ നുണഞ്ഞെൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി അതെൻ്റെ സിരകളിൽ പടർന്നെൻ്റെ ശരീരത്തിന്, ആത്മാവിന്, മനസ്സിന് പുതുജീവനും പുതു ചൈതന്യവും പകരുന്നു. എൻ്റെ തമ്പുരാനെ, അങ്ങയെ കാണാൻ ദാഹത്തോടെ ഞാൻ അടുത്തു വരുന്നു എന്ന ആ പ്രണയ തിമിർപ്പോടെയാണ് ഓരോ ആരാധനയിലേക്കും എൻ്റെ ഹൃദയം കടന്നു വരുന്നതെങ്കിൽ, അങ്ങനെയാണ് വരുന്നതെങ്കിൽ വിശുദ്ധ കുർബാന മധ്യേ ഞാൻ വാച്ച് നോക്കില്ല. സമയം കഴിഞ്ഞു പോയല്ലോ, അച്ഛൻ്റെ പ്രസംഗം നീണ്ടുപോകുന്നല്ലോ, ഇങ്ങനെയുള്ള തോന്നലുകളൊന്നും എനിക്ക് വരില്ല. കാരണം
എൻ്റെ കർത്താവ് തിരുശരീര രക്തങ്ങളായിരിക്കുന്ന എൻ്റെ തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ. അതെ, 12-ാം വയസ്സിൽ പള്ളിയിൽ ചെന്നപ്പോൾ പെരുന്നാളിൻ്റെ ആഘോഷാരവങ്ങളിൽ മുങ്ങാതെ എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ, പ്രാർത്ഥനാലയം എന്നറിയപ്പെടുന്ന പിതാവിൻ്റെ ആലയത്തിൽ ഞാൻ ഇരിക്കേണ്ടവനല്ലയോ എന്ന ബോധത്തിൽ അപ്പനെ അമ്മയും പോലും മറന്ന് ഇരുന്ന ആ 12 വയസ്സുകാരൻ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. എവിടെ? പിതാവിനോടുള്ള സ്നേഹം. പുത്രനെ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ ഒട്ടിച്ചു നിർത്തിയത് എൻ്റെ പിതാവിനോടുള്ള സ്നേഹം. അതെ, ആ ദേവാലയത്തിൽ കച്ചവടം നടന്നപ്പോൾ അവരെ പുറത്താക്കിയത് പിതാവിൻ്റെ ആലയത്തോടുള്ള എരിവ്, സ്നേഹം. എൻ്റെ പ്രിയരെ, നിങ്ങളെ വിശുദ്ധിയിൽ നിലനിർത്തേണ്ടതും ആരാധനയിൽ വളർത്തേണ്ടതും ദൈവബന്ധത്തിൽ നിലനിർത്തേണ്ടതും ശിക്ഷാഭയമല്ല, ക്രിസ്തുവിനോടുള്ള സ്നേഹമത്രേ. അതുകൊണ്ട് പ്രിയരെ, മനസാന്തര ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒന്നാമത്തെ അനുഗ്രഹമാണ് അവർ ശിക്ഷാഭയത്തിലുള്ള ദൈവബന്ധമായിരിക്കില്ല അവർക്ക് ദൈവസ്നേഹാധിഷ്ഠിതമായ ആരാധനാ ജീവിതമായിരിക്കും. അവർക്ക് കർത്താവിനെ തേടുന്നത് അവരുടെ ഹൃദയത്തിൽ തമ്പുരാനോടുള്ള ആഴമായ സ്നേഹത്തിൽ നിന്നായിരിക്കും, പ്രണയത്തിൽ നിന്നായിരിക്കും. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, മാനസാന്തര ജീവിതം നയിക്കുന്ന ആളുടെ രണ്ടാമത്തെ പ്രത്യേകത 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം, റോമർ 8:2. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഞാൻ ആവർത്തിക്കാം, ആ വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. കാര്യമായി മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. മാനസാന്തര ജീവിതം നിങ്ങൾ നയിച്ചാൽ ഈ നോമ്പ് കാലത്ത് നല്ല കുമ്പസാരം നടത്തി തെറ്റുകളൊക്കെ ഉപേക്ഷിച്ച് വിശുദ്ധ കുർബാന സഹായിക്ക് സ്വീകരിച്ച് ഉയർപ്പിൻ്റെ ആത്മാവിൽ നിങ്ങൾ മുന്നോട്ട് ജീവിച്ചാൽ പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. പാപത്തിൻ്റെ പ്രമാണം എന്താണ്? പാപത്തിൻ്റെ പ്രമാണം, പാപത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടർ ഓഫ് സിൻ. അതൊരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്താണ് പാപത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ പാപസ്വഭാവങ്ങൾ? പലപ്പോഴും നമ്മളൊക്കെ കുമ്പസാരത്തിൽ പറയുന്നത് പാപസ്വഭാവങ്ങളാണ്. പാപസ്വഭാവങ്ങൾ ഏതൊക്കെ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 ബൈബിൾ ഭാഗങ്ങൾ ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. നിങ്ങളത് വായിക്കേണ്ടതില്ല, പക്ഷെ ഞാൻ പറയുന്നു. ഇത് നിങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾക്കൊരു ഗുണമുണ്ട്. നിങ്ങൾക്ക് വിശുദ്ധ കുമ്പസാരത്തിന് പോകുമ്പോൾ നിങ്ങൾ ഈ വാക്യങ്ങളിൽ പറയുന്ന ക്യാരക്ടർ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് ക്രോസ് ചെക്ക് ചെയ്ത് അതിൽ നിങ്ങൾക്കുള്ള പാപങ്ങൾ സ്വയം മനസ്സിലാക്കി കുമ്പസാരിക്കാൻ നിങ്ങൾക്ക് സഹായകമാകും. അതുകൊണ്ട് ആ 2 വാക്യങ്ങൾ ഞാൻ പറയാൻ പോവാണ്. ഒന്ന്, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വചനങ്ങൾ. റോമർ 1-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെ. രണ്ടാമത്തെ വേദഭാഗം ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-20 തിരുവചനങ്ങൾ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. ഈ 2 വാക്യങ്ങളിലായി ഒരു മനുഷ്യൻ കടന്നു പോകുന്ന 35 പാപശീലങ്ങൾ, ക്യാരക്ടർ ഓഫ് സിൻ, 35 പാപ സ്വഭാവങ്ങളെ പറ്റി പറയുന്നുണ്ട് ഈ 2 വേദഭാഗത്ത്. അത് സിംപ്ലി പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ, കോപം, വാശി, വെറുപ്പ്, സ്വാർത്ഥത, അഹങ്കാരം, പരദൂഷണം, കുറ്റം പറയുന്ന ശീലം, മദ്യപാനം, അനുസരണക്കേട്, വിഗ്രഹാരാധന, ഇങ്ങനെയൊക്കെയുള്ള ഒരു ലിസ്റ്റാണത്. അപ്പോൾ ഈ സ്വഭാവങ്ങൾ പലപ്പോഴും നമുക്കറിയാം. കുമ്പസാരിക്കാനായി നമ്മൾ പോകുമ്പോൾ കോപമുള്ള ആളാണ്, വാശിയുള്ള ആളാണ്, സ്വാർത്ഥതയുള്ള ആളാണ്, അഹങ്കാരമുള്ള ആളാണ്, ഇങ്ങനെയൊക്കെ നാം പലപ്പോഴും ഏറ്റുപറയാറുണ്ട്. ഇതിനെ വിളിക്കുന്നവരാണ്, ഈ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളെ വിളിക്കുന്നവരാണ് ക്യാരക്ടർ ഓഫ് സിൻ, പാപ സ്വഭാവങ്ങൾ. എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞത് പാപ സ്വഭാവത്തെ പറ്റിയല്ല, പാപപ്രമാണം. എന്താണ് പാപസ്വഭാവവും പാപപ്രമാണവും തമ്മിലുള്ള വ്യത്യാസം? ഈ കാലങ്ങളിൽ സാത്താൻ മനുഷ്യനെ സ്വാധീനിക്കുന്നത് പാപസ്വഭാവത്തിലൂടെയല്ല, പാപപ്രമാണത്തിലൂടെയാണ്. പ്രമാണം എന്ന് പറഞ്ഞാൽ
നമ്മളുടെ ചിന്തകളിൽ പിശാച് ഉറപ്പിക്കുന്ന ഒരു ബോധ്യമാണ്. പിശാച് തരുന്നൊരു ബോധ്യമാണ്. നമ്മുടെ ചിന്തയിൽ സാത്താൻ ഒരു ബോധ്യം തരും. അങ്ങനെ കുറേ ബോധ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ സാത്താൻ പാപത്തെ സംബന്ധിച്ച് നമ്മുടെ ചിന്തകളിൽ തന്നിട്ടുണ്ട്. ഇപ്പം ഇന്നത്തെ ചെറുപ്പക്കാരായ നമ്മുടെ മക്കൾക്ക് പലപ്പോഴും വിവാഹം പള്ളിയിൽ വെച്ച് വിവാഹം കഴിക്കുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മുടെ മക്കൾക്ക് വിവാഹമേ കഴിക്കുന്നതിൽ അവർക്ക് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ബ്രഹ്മചര്യസ്ഥരാണോ, സന്യസ്തരായി ജീവിക്കുകയാണോ? ഒന്നുമല്ല. ഇവർക്ക് ഇവരുടേതായ ജീവിത ശൈലിയെ പറ്റിയുള്ള കാഴ്ചപ്പാടുണ്ട്. ലിവിങ് ടുഗദർ പോലുള്ള കോൺസെപ്റ്റുകളാണ് നമ്മളുടെ മക്കളുടെ ചിന്തകളിൽ ഇരിക്കുന്നത്. വിവാഹം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനോട് അവർക്ക് താല്പര്യമില്ല. അത് സൃഷ്ടിക്കുന്ന ബോണ്ടുകളോട് അവർക്ക് താല്പര്യമില്ല. ഇഷ്ടമുള്ള ആളോടുകൂടെ ഇഷ്ടമുള്ള കാലം ഒരുമിച്ച് ജീവിച്ച് ഇഷ്ടമില്ലാതെയാകുമ്പോൾ ഉപേക്ഷിച്ചിട്ട് അടുത്ത ഇഷ്ടമുള്ള ആളോടുകൂടെ പോവുക എന്ന റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ് തുടങ്ങിയ പദങ്ങൾ നമ്മളുടെ തലമുറകളുടെ നാവിൽ വളരെ കാര്യമായി ഉണ്ട്. അവരുടെ ചിന്തകളിൽ അതിൻ്റെ സ്വാധീനമുണ്ട്. ഇതൊരു പാപപ്രമാണമാണ്. ഇതൊരു ക്യാരക്ടർ ഓഫ് സിൻ അല്ല, ഇതൊരു പ്രമാണമാണ്. ഇതൊക്കെ ശരിയാണ് എന്ന ബോധ്യം അവരുടെ ചിന്തകളിൽ സാത്താൻ കൊടുത്തിരിക്കുന്നു. പിശാച് അവരോട് ചോദിക്കും, നിങ്ങളുടെ അപ്പനെ അമ്മയെ നോക്ക്, അവർ തമ്മിൽ എന്നും അടിയല്ലേ, വഴക്കല്ലേ? നിങ്ങളുടെ അയൽവക്കത്തെ ഇന്ന സഹോദരങ്ങളെ നോക്ക്, കല്യാണം കഴിച്ചിട്ട് സമാധാനമുണ്ടോ? ഡിവോഴ്സായ എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്, അവരെ നോക്ക്, അവർക്കൊക്കെ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്, അവരൊക്കെ തമ്മിൽ എന്നും വഴക്കല്ലേ? അവർ കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന സന്തോഷ സമാധാനം അവർക്കുണ്ടോ? അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതി. കണ്ടോ, നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുന്നത് ഒരു തെറ്റല്ല. വേദപുസ്തകത്തിൽ പാപമെന്ന് പറയുന്നത് പലതും തെറ്റല്ല. കാരണം അവരുപയോഗിക്കുന്ന ചില ടേം പറയാം. ഇറ്റ്സ് നാച്ചുറൽ. സിൻ എന്ന് പറയുന്ന പദം തന്നെ, പാപം എന്ന് പറയുന്ന പദം തന്നെ തെറ്റാണെന്നാണ് അവർ പറയുക. ഇറ്റ്സ് നാച്ചുറൽ. പാപശീലങ്ങൾ ഇറ്റ്സ് നാച്ചുറൽ, ഇറ്റ്സ് ബയോളജിക്കൽ, ഇറ്റ്സ് ജനറൽ, ഇറ്റ്സ് കോമൺ. എല്ലാവരും ചെയ്യുന്നതല്ലേ. ദേഷ്യപ്പെടാത്ത ആരാ ഉള്ളത്? ഇത്തിരി വാശി കാണിക്കാത്ത ആരാണുള്ളത്? ഇത്തിരി സ്വയത്തെ സ്നേഹിക്കാത്ത ആരാണുള്ളത്? ഞാൻ എന്നെ തന്നെ സ്നേഹിക്കണം. ലവ് യുവർ സെൽഫ് ഒരു പാപപ്രമാണമാണ്. ലവ് യുവർ സെൽഫ് ഇപ്പോഴത്തെ നമ്മുടെ തലമുറകളുടെ ഒരു സ്ലോഗനാണ്. നീ നിന്നെ തന്നെ സ്നേഹിക്കുക. ലവ് യുവർ സെൽഫ്. ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അതിന് നേരെ ഓപ്പോസിറ്റ്. ഡിനേ യുവർ സെൽഫ്. നിന്റെ സ്വയത്തെ നീ ഉപേക്ഷിക്കുക, കൊല്ലുക. നിന്റെ സ്വയത്തിന് നിന്നിൽ സ്ഥാനമുണ്ടാകരുത്. നീ മരിക്കണം. നിന്നിലെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എന്നിലെ സെൽഫ് മരിക്കണം എന്നാണ് പറയുക. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ അല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഇനി ഞാൻ ഇല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഡിനൈ യുവർ സെൽഫ്. എൻ്റെ സ്വയത്തെ മരിച്ചിട്ട് ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന അനുഭവം. അതാണ് ഈ നോയമ്പ് കാലത്ത് സംഭവിക്കുന്നത്. ദുഃഖവെള്ളിയുടെ ദിവസം മദ്ബഹായിൽ ത്രോണോസിൽ കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെ ഖബറടക്കത്തിൻ്റെ പ്രതീകമായി വിശുദ്ധ സ്ലീബ ആ ഖബറടക്കത്തിൻ്റെ ക്രമങ്ങൾ പ്രകാരം, ആചാരപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്ത് ഖബറടക്കുമ്പോൾ എന്നിലെ സെൽഫ്, എന്നിലെ പഴയ മനുഷ്യൻ ആ ക്രൂശിനോടൊപ്പം ഖബറടക്കപ്പെടണം. അവനെ കൊല്ലണം, ആ കുരിശിനോടൊപ്പം കൊല്ലണം. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ജീവിക്കണം. ഇനി ഞാൻ അല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ആ അവസ്ഥയിലോട്ട് ഞാൻ കടന്നു വരണം പ്രിയപ്പെട്ടവരെ. അത് പഠിപ്പിക്കുമ്പോൾ ഇതാ സാത്താൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സ്ലോഗൻ, ഒരു പ്രമാണം നമ്മുടെ തലമുറകളുടെ മനസ്സിൽ കൊടുത്തിരിക്കുന്നു. ലവ് യുവർ സെൽഫ്. നിന്റെ സ്വയത്തെ സ്നേഹിക്കുക, നീ നിന്നെ തന്നെ ഇഷ്ടപ്പെടുക, നീ നിനക്ക് വേണ്ടി ജീവിക്കുക, നീ നിൻ്റെ ഇമോഷൻസിന് വേണ്ടി ജീവിക്കുക. നിൻ്റെ കെട്ടിയോൻ്റെ ഇമോഷൻസിന് വേണ്ടിയിട്ട് നീ വെറുതെ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നീ നിൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കേണ്ട കാര്യമില്ല. നിൻ്റെ ഭാര്യയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിൻ്റെ താല്പര്യങ്ങളെ നീ മാറ്റിവെക്കേണ്ട കാര്യമില്ല. നീ നിൻ്റെ ഇഷ്ടത്തിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, അവൻ്റെ ഇഷ്ടത്തിൽ അവൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. ഇതിനെയൊക്കെ വിളിക്കുന്നവർ, ഈ കാഴ്ചപ്പാടുകളെ വിളിക്കുന്നവരാണ് പാപപ്രമാണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത് ആരിലൂടെയാണ്? ഇവിടെ ഇരിക്കുന്ന പ്രായമായവരുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന പ്രായമായവർ, നിങ്ങളുടെ ചെറുപ്പകാലം, നിങ്ങളുടെ കുഞ്ഞുകാലത്തെക്കുറിച്ച് ഓർത്തേ. നിങ്ങളുടെ കുഞ്ഞുകാലത്ത് നിങ്ങളെ സ്വാധീനിക്കുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? ഞാൻ പറയാം. ഒരു 30 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് വരെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ആൾക്കാരായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കാവുന്ന 3 ആൾക്കാർ. ഒന്ന് അച്ഛന്മാർ, പള്ളിയിലച്ഛന്മാർ ഇൻഫ്ലുവൻസേഴ്സാണ്. അവർ സ്വാധീനിക്കും, ജനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ്. 2 അധ്യാപകർ,
അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ്. അവരിലൂടെയാണ് നമ്മൾ കൾച്ചർ, സംസ്കാരമൊക്കെ പഠിച്ച് നമ്മൾ സ്വാധീനിക്കപ്പെടുന്നത്. അവരുടെ ഉപദേശങ്ങളുടെ വാല്യൂ. 3 മാതാപിതാക്കൾ, അപ്പനും അമ്മയും, അവരുടെ ജീവിതം, അവരുടെ ഉപദേശം, അവരുടെ ശൈലി, അവർ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കിക്കോ, ഈ 2026 പള്ളിയിലച്ഛനും അധ്യാപകനും മാതാപിതാക്കളും ഇൻഫ്ലുവൻസർ എന്ന റോളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഔട്ടായി കഴിഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഏതെങ്കിലും മക്കൾക്ക് പള്ളിയിലച്ഛൻ ഒരു ഇൻഫ്ലുവൻസർ ആണോ? അവരുടെ അധ്യാപകൻ ഒരു ഇൻഫ്ലുവൻസർ ആണോ? അല്ല. അപ്പനും അമ്മയെ അവരെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, പോയി. ഇന്ന് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായി. അത് വേറൊരു പ്രൊഫഷൻ. യൂട്യൂബ് പോലുള്ള ചാനലുകളിലൂടെ ഇന്ന് ഇതാ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ കൺമുൻപിലെത്തുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളിലെ റീലുകളിൽ അവർ ഇഷ്ടപ്പെട്ട ആരാധ്യ പുരുഷന്മാർ, സെലിബ്രിറ്റീസ്, അവർ വരുന്നു. അവർ വന്നിട്ട് അവരുടെ ജീവിതത്തെ പറ്റിയുള്ള അഭിപ്രായം അവർ സംസാരിക്കുന്നു. എന്തിനാണ് സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ജീവിതത്തെ പറ്റിയുള്ള അഭിപ്രായം ടി വിയിലിരുന്ന് പറയുന്നത്? ഓർക്കുന്നോ? പണ്ട് കാലത്തൊക്കെ പ്രേം നസീറൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് പ്രേം നസീർ രാവിലെ ഏത് പേസ്റ്റ് ഇട്ടാ പല്ല് തേച്ചുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമായിരുന്നോ? അയാളുടെ ലൈഫ് റൊട്ടീൻ, രാവിലെ അയാൾ എപ്പോൾ എഴുന്നേക്കും, എപ്പോൾ ഉറങ്ങും, അയാളുടെ ലൈഫ് റൊട്ടീൻ എന്താണ്, ഡേ ഇൻ മൈ ലൈഫ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? ഇല്ലല്ലോ, ഇതൊന്നും ഇല്ലല്ലോ. ഇതാ ഇന്ന് നമ്മുടെ പിള്ളേർക്ക് ഇന്ന് സിനിമയിൽ അഭിനയിക്കുന്നവൻ രാവിലെ എഴുന്നേറ്റാൽ ഏത് പേസ്റ്റ് ഇട്ടാ പല്ല് തേക്കുന്നതെന്നറിയാം. അയാൾ മുഖത്ത് പരട്ടുന്ന ക്രീം ഏതാണെന്നറിയാം. അത് വേണമെന്നാണ് എൻ്റെ കുഞ്ഞ് ആവശ്യപ്പെടുന്നത്, നമ്മളുടെ മക്കൾ ആവശ്യപ്പെടുന്നത്. അയാളുടെ ലൈഫിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ അയാൾ പറയും. അയാൾ ഡിവോഴ്സി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ അതിനെ അഭിമാനപൂർവ്വം പറയും, ഞാൻ എൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു, കാരണം ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ടു പോരില്ല എന്ന് പറയുമ്പോൾ ഇതിനെ ആരാധിച്ചിരിക്കുന്ന നമ്മുടെ മക്കൾ ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ്, സ്വാധീനിക്കപ്പെടുകയാണ്. എന്നിട്ടോ അവരുടെ ലൈഫ് അത് മതിയെന്ന് അവർ വാശി പിടിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വന്നിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് യാമപ്രാർത്ഥന നടത്തും, വൈകിട്ട് വീട്ടിൽ സന്ധ്യാ നമസ്കാരം നിർബന്ധമാണ് എന്ന് സാക്ഷ്യം പറയുന്ന ഏതെങ്കിലും ഈ സെലിബ്രിറ്റി ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് സന്ധ്യാ നമസ്കാരം അവരുടെ ലൈഫ് റൊട്ടീനിൽ ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ ഡേ ഇൻ മൈ ലൈഫിൽ അതുണ്ടാവില്ല. മനസ്സിലായോ? ദേ ആർ ദ ഇൻഫ്ലുവൻസേഴ്സ്. ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് വഴി നിരന്തരമായി പാപപ്രമാണങ്ങളുടെ പുതിയ പാപപ്രമാണങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഒഴുകിയിറങ്ങുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ബൈബിളിൻ്റെ റോൾ എവിടെ? ഇവിടെ വേദപുസ്തകത്തിൽ നീ ഇന്നത് ചെയ്യുക എന്ന് ക്രിസ്തു സംസാരിച്ച വചനത്തിൻ്റെ വാല്യൂ എവിടെ? അതൊന്നും ഇന്ന് നമ്മുടെ മക്കളുടെ മുൻപിലില്ല, തലമുറകളുടെ ഇല്ല. മക്കളെ പറയുന്നത് എന്തിന്? കാരണവന്മാരുടെ മുമ്പിലും ഇല്ല. അവർ റീൽസിനകത്ത് തന്നെയാണ്, എല്ലാവരും ഇതിനകത്ത് തന്നെയാ. എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഇതെല്ലാം നഷ്ടമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് പാപപ്രമാണമാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വില്ലൻ. പാപസ്വഭാവമല്ല, മറ്റൊരു പാപപ്രമാണമാണ് സാത്താൻ തരുന്നത്. ഫേക്ക് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ എന്ന് പറയും. രക്ഷയുടെ വ്യാജ ഉറപ്പ്. എന്താ രക്ഷയുടെ വ്യാജ ഉറപ്പെന്ന് പറഞ്ഞാൽ? സാത്താൻ നമ്മുടെ ചിന്തയിൽ തരുന്ന ആ ഉറപ്പ്, കുഴപ്പമില്ലടാ, ഇങ്ങനെയൊക്കെ പോയാൽ മതി, നീ കുറച്ച് വാശി പിടിച്ചു വഴക്കുണ്ടാക്കി എന്നോർത്ത് ഒരു കുഴപ്പമില്ല, നീ ഞായറാഴ്ച പള്ളിയിലൊക്കെ ഒന്ന് പോയി ദൈവത്തെ ഒന്ന് തല കാണിച്ചൊക്കെ ഒന്ന് പോന്നാൽ മതി, ആ ആണ്ട് കുമ്പസാരം പോയി നിന്ന് പാപമൊന്നും ഏറ്റുപറയണമെന്നൊന്നുമില്ല, അച്ഛൻ്റെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ ഓർക്കണില്ല അച്ഛാ എന്ന് പറഞ്ഞാൽ മതി, അച്ഛൻ എന്തെങ്കിലുമൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ, അച്ഛൻ അറിയാവുന്ന പാപം അച്ഛൻ നെറ്റി കുരിശ് വരച്ച് വിട്ടോളൂ, നീ ധൈര്യമായിട്ട് വീട്ടിൽ പോടാ, ഇതൊക്കെ മതിയടാ. അല്ലാതെ നീ നിന്റെ മരുമകളെ കുത്തി നോക്കിച്ച് അവളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച് അവളെ ഒരു മൂലയ്ക്ക് ഒതുക്കിയിട്ടിരിക്കുന്നതൊന്നും കുമ്പസാരത്തിൽ പറയണ്ട കേട്ടോ. നിന്റെ മകളും മകളുടെ ഭർത്താവും തമ്മിലുള്ള അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ അമ്മായിയമ്മ കയറി ഇൻ്റർഫിയർ ചെയ്ത് അവരെ തമ്മിൽ വഴക്കിട്ട് ഉടക്കിച്ച് 2 വഴിക്കാക്കി നിർത്തിയിരിക്കുന്നത് കുമ്പസാരത്തിൽ പറയരുത് കേട്ടോ. അയൽവക്കത്തുകാരനുമായിട്ട് ഒരു ഇത്തിരി പോകുന്ന സ്ഥലത്തിൻ്റെ പേരിൽ, ഒരു മരത്തിൽ നിന്ന് ചില്ല വീഴുന്നതിൻ്റെ പേരിൽ കേസുണ്ടാക്കി അവനെതിരെ ഇല്ലാത്ത കള്ളക്കഥകളൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു വരത്തിയിട്ട് അതൊന്നും കുമ്പസാരത്തിൽ പറയണ്ട കേട്ടോ. ഇതൊന്നും പറയേണ്ട കാര്യമില്ലടാ, സാത്താൻ തരുന്ന ബോധ്യ. നീ ഇതൊക്കെ പറയണ്ട. നമ്മുടെ കർത്താവ് നീ എന്ന് ആ ചടങ്ങൊക്കെ ഇങ്ങനെ സൂത്രത്തിലങ്ങ് ചെയ്തിട്ട് ഇങ്ങ് പോന്നാൽ മതി, നിനക്ക് സ്വർഗം ഉറപ്പാടാ. ഫേക്ക് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. നിനക്ക് രക്ഷ ഉറപ്പാണ്, നീ പേടിക്കണ്ട, നീ വളരെ ലാഘവത്തോടെ എടുത്താൽ മതി. വിശുദ്ധ ജീവിതത്തിൽ നീ ഗൗരവം കൊടുക്കേ വേണ്ട. ഇതൊന്നും ഇല്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ ഇന്ന്? ഇന്നത്തെ കാലം അങ്ങനെയല്ലേ. അതുകൊണ്ട് ഈ കാലത്ത് നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോടാ. കർത്താവ് ബൈബിളൊക്കെ എഴുതിയത് 2000 കൊല്ലം മുമ്പല്ലേ.
2000 മുമ്പ് കർത്താവ് ബൈബിൾ എഴുതുന്ന സമയത്ത് ഫേസ്ബുക്കില്ല, ഇൻസ്റ്റഗ്രാമില്ല, വാട്സാപ്പില്ല, റീൽസ് ഇല്ല. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത് ഈ 2026 നടപ്പാക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്ല നടക്കണ കാര്യമുണ്ട്? അതുകൊണ്ട് അത്രയ്ക്കൊന്നും ഗൗരവം വേണ്ട മോനെ. ഉണ്ടോ? ദുർബലപ്പെടുത്ത്. ഡിട്രിച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന ജർമ്മൻ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന ബുക്കിൻ്റെ ആദ്യ അധ്യായത്തിൽ ഈ അവസ്ഥയെക്കുറിച്ചൊരു ഒരു ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാം? ചീപ്പ് ഗ്രേസ്. ചീപ്പ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ കൃപ. വില കുറഞ്ഞ കൃപ. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ ഗ്രേസിനെ, എനിക്ക് വേണ്ടി കാൽവറയിൽ ചങ്ക് പിളർന്ന് തകർക്കപ്പെട്ട എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലെ മരണത്തെ വിലയില്ലാത്തതാക്കി മാറ്റി, ചീപ്പാക്കി മാറ്റി. ഇന്ന് അതിനൊരു വാല്യൂ ഇല്ല. ഞാൻ വന്ന് കുമ്പസാരിക്കാനിരിക്കുന്നു, എനിക്ക് ഫ്രീ ആയിട്ട് പാപമോചനം കിട്ടുന്നു, 10 പൈസ മുടക്കില്ല. അച്ഛന്മാരാണെങ്കിൽ ഇഷ്ടം പോലെ, നാട് നീളപ്പള്ളി, ഏതെങ്കിലും ഒരു പള്ളിയിൽ നോയമ്പ് കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ കുമ്പസാരിക്കാൻ ചെല്ലുന്നു, ഇരിക്കുന്നു, കുമ്പസാരിക്കുന്നു, പോരുന്നു, വെരി ഫ്രീ. ഇതൊന്നും എനിക്കൊരു വിലയും കൊടുക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ലഭിക്കുന്ന പാപമോചനത്തിൻ്റെ വാല്യൂ അത് വളരെ ദുർബലമായി കഴിഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ വളരെ ചീപ്പ് ഗ്രേസ് ആക്കി മാറ്റിക്കളഞ്ഞു ദൈവത്തിൻ്റെ കാൽവറി യാഗത്തെ. അയ്യോ, ഇത്ര വലിയ അപകടത്തിലൂടെ നാം കടന്നു. ഇങ്ങനെയൊക്കെ ആക്കി വെച്ചതാരാ? സാത്താൻ. പാപ സ്വഭാവമല്ല ഇന്നവൻ നമ്മുടെ തലയിൽ തരുന്നത്, പാപപ്രമാണങ്ങൾ. അതെ, പാപപ്രമാണം. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത്, നീ ഒരു മാനസാന്തര ജീവിതം നയിച്ചാൽ നിനക്ക് പാപപ്രമാണങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടും. ഒരു ട്രാൻസ്ഫോംഡ് ലൈഫ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു പാപപ്രമാണം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഉടനെ ക്രോസ് ചെക്ക് ചെയ്യും. വചനം, ബൈബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബൈബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നീ നിന്നെ സ്വയത്തെ സ്നേഹിച്ചോടാ എന്ന് ഒരു പ്രമാണം എൻ്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ ചിന്തിക്കും, അല്ല, ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഐ ഹാവ് ടു ഡിനേ മൈ സെൽഫ്. എൻ്റെ സ്വയത്തെ ഞാൻ ഉപേക്ഷിക്കണമെന്നാണ്, അതിനെ കൊല്ലണം. എൻ്റെ സെൽഫിൻ്റെ സ്ഥാനത്ത് ക്രിസ്തു കർത്താവായി വാഴണം. അതിനെയാണ് കർത്താവായ യേശു ക്രിസ്തു, അവൻ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അവൻ എൻ്റെ ഉള്ളിൽ കർത്താവായി വാഴണം. ഇനി ഞാൻ അല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞ അവസ്ഥയിലോട്ട് എൻ്റെ ഉള്ളിൻ്റെ കർത്തൃത്വം, കൺട്രോൾ, ഞാൻ മാറി നിന്ന് ആരാധിക്കുന്ന ഒരു ആളായിട്ടല്ല ക്രിസ്തു, എൻ്റെ ഉള്ളിൽ വസിച്ചെന്നെ നിയന്ത്രിക്കുന്ന കർത്താവായി എൻ്റെ ക്രിസ്തു മാറുന്ന അനുഭവം. അതാണ് മനസാന്തര ജീവിതം നയിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ബെനിഫിറ്റ്. അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. ഇനി മൂന്നാമത്തെ ഗുണം എന്താണെന്ന് നോക്കാം. 8-ാം അധ്യായം, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ആകയാൽ ലഭിക്കുന്ന മൂന്നാമത്തെ സ്വാതന്ത്ര്യം, മാനസാന്തര ജീവിതം നയിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന തേർഡ് ബെനിഫിറ്റ്, ജഡ സ്വഭാവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ജഡ സ്വഭാവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എന്താണ് ജഡസ്വഭാവം? ജഡസ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻബോൺ ക്യാരക്ടർ ഓഫ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ക്യാരക്ടറാണ്. കോപം, വാശി, വെറുപ്പ്, അഹങ്കാരം, സ്വാർത്ഥത, ഞാനെന്ന ഭാവം, ഇതെല്ലാം നമ്മുടെ ഇൻബോൺ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ ക്യാരക്ടർ എന്ന് വിളിക്കാവുന്ന സ്വഭാവങ്ങളാണ്. കാരണം നമ്മൾ ജനിച്ചത് ആദാമ്യ പാപത്തിലാണ്. അതുകൊണ്ടാണ് നമ്മളെ മാമോദീസ മുക്കുന്നത് തന്നെ. ആദാമ്യ പാപത്തിൽ, പാപത്തിൽ ജനിച്ചവനെ മാമോദീസായിൽ വിശുദ്ധ മൂറോൻ അഭിഷേകം നടത്തി ആ പാപത്തിൻ്റെ പഴയ മനുഷ്യനെ, മാമോദീസ സമയത്ത് നടത്തുന്ന പ്രാർത്ഥനയുണ്ട്, ആ പഴയ മനുഷ്യനെ ഇവനിൽ നിന്ന് ഉരിഞ്ഞു കളഞ്ഞ്, വിശുദ്ധ മൂറോൻ പുരട്ടുന്ന സമയത്ത് പറയുന്ന ആ പഴയ മനുഷ്യനെ ഇവനിൽ നിന്ന് ഉരിഞ്ഞു കളഞ്ഞ് പുതിയൊരു മനുഷ്യനായി ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിക്കുന്ന ശുശ്രൂഷ, അതാണ് വിശുദ്ധ മാമോദീസ. അപ്പോൾ നമ്മൾ ജനിച്ച പഴയ മനുഷ്യൻ, ആ ആദാമ്യ മനുഷ്യൻ,
അവൻ പാപമുള്ളവനാ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊക്കെ ദേഷ്യപ്പെടാൻ അറിയില്ലേ? ദേഷ്യപ്പെടാൻ അറിയാൻ പാടില്ലാത്ത ആരും ഇവിടെ ഉണ്ടാവില്ലല്ലോ. നിങ്ങളെ ദേഷ്യപ്പെടാൻ ആരെങ്കിലും പഠിപ്പിച്ചതാണോ? നിങ്ങൾക്ക് സ്കൂളിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നോ? എങ്ങനെ ദേഷ്യപ്പെടാം? ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നോ? ദേഷ്യപ്പെടുന്ന സമയത്ത് ഇങ്ങനെ വരണം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാളെക്കുറിച്ച് ചിന്തിക്കണം, അയാളെക്കുറിച്ച് രൗദ്രമായി ചിന്തിക്കണം, മുഖത്ത് ദേഷ്യം വരണം, നല്ല വാക്ക് പറയണം എന്നൊക്കെ പഠിപ്പിച്ചായിരുന്നോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അഹങ്കരിക്കണം എന്ന് നിങ്ങളെ പഠിപ്പിച്ചായിരുന്നോ ഏതെങ്കിലും ക്ലാസ്സിൽ ആരെങ്കിലും? എങ്ങനെ സ്വാർത്ഥരാകാം, എങ്ങനെ ഒരാളുടെ കുറ്റം പറയാം എന്ന് നിങ്ങളെ ആരെങ്കിലും പഠിപ്പിച്ചായിരുന്നോ? മിണ്ടുന്നില്ല. പഠിപ്പിച്ചായിരുന്നോ? കുറ്റം പറയുന്നത് എങ്ങനെയാണെന്ന് ക്ലാസ് എടുപ്പിച്ചായിരുന്നു? ഇല്ലല്ലോ. എന്നിട്ട് ഇതൊക്കെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കും ഇതൊക്കെ യഥേഷ്ടം വരുന്നുണ്ടല്ലോ, ഉള്ളീന്ന് വരുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ഉള്ളീന്ന് വരുന്നുണ്ടല്ലോ അത്, അല്ലേ? എന്നാൽ ക്ഷമയെ പറ്റി എത്രയോ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബൈബിളിൽ കർത്താവ് തന്നെ 7:70 ക്ഷമ, ഇടത്തെ കർണത്തിന് അടിക്കുന്നവന് വലത്തെ കർണം കാണിച്ചു കൊടുക്കണം. സ്നേഹത്തെ പറ്റിയോ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. എത്ര ധ്യാന പ്രസംഗം കേട്ടിട്ടുണ്ടാകും. പരമ്പരയിലെ വെള്ളിയാഴ്ച ധ്യാനങ്ങൾ തന്നെ എത്രയോ വട്ടം ഇതിനെപ്പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്നിട്ടും ഈ സാധനം അങ്ങോട്ട് വരണില്ലല്ലോ. ക്ഷമ, സ്നേഹിക്കാൻ പറ്റണില്ലല്ലോ. കുറ്റം പറയാതിരിക്കാൻ ആ നാവിങ്ങനെ ചൊറിഞ്ഞു വരുമ്പോൾ അങ്ങ് പറഞ്ഞു പോവുകയാണല്ലോ, വാശി പിടിച്ച് പോവുകയാണല്ലോ, അഹങ്കരിച്ച് പോവുകയാണല്ലോ. വായ്. എൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതാണ് നമ്മുടെ ഒറിജിനൽ ക്യാരക്ടർ. മനസ്സിലായോ? വീട്ടിലൊക്കെ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒറിജിനൽ ക്യാരക്ടറിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കും പലപ്പോഴും. എന്നിട്ട് വീട്ടിലുള്ളവരൊക്കെ നല്ലോണം നമ്മളെ പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയും. എന്താ സ്റ്റേറ്റ്മെൻറ്റ്? എന്നെ അധികം പ്രൊവോക്ക് ചെയ്യരുത്, എന്നെ നിങ്ങൾ ദേഷ്യം പിടിപ്പിച്ചാൽ എൻ്റെ തനി സ്വഭാവം ഞാൻ പുറത്തെടുക്കും. യൂസ് ചെയ്യാറില്ലേ ആ വാക്ക്? എന്ത് സ്വഭാവം പുറത്തെടുക്കും? എൻ്റെ തനി സ്വഭാവം. ദാറ്റ് മീൻസ് മൈ ഒറിജിനൽ ക്യാരക്ടർ. അപ്പോൾ ആ തനി സ്വഭാവം ഞാൻ പുറത്തെടുക്കുമെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുമെന്നാണോ? അല്ലല്ലോ. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ആത്മസംയമനം, ഇതൊക്കെ പുറപ്പെടുവിക്കുന്നല്ലല്ലോ പറയുന്നത്. ഞാനിങ്ങനെ ഒതുക്കി വെച്ചേക്കുക എൻ്റെ ഉള്ളിലെ ആ വൃത്തികെട്ട മനുഷ്യനെ. നീ എന്നെ പ്രൊവോക്ക് ചെയ്താൽ അത് പുറത്തു വരും. ഇതല്ലേ പറയുന്നത് പ്രിയപ്പെട്ടവരെ? ദാറ്റ് മീൻസ് മൈ ഒറിജിനൽ ക്യാരക്ടർ ഇസ് മൈ നെഗറ്റീവ് ക്യാരക്ടർ. അതിനെ വിളിക്കുന്ന പേരാ ജഡസ്വഭാവം. ആ ജഡസ്വഭാവത്തെ ഇല്ലാതാക്കണം, ആത്മസ്വഭാവമുള്ളവനായി മാറണം. കണ്ടോ, ക്രിസ്തുവിൽ പുതിയ ജീവിതം നയിച്ചാൽ, ഒരു ഉയർപ്പിൻ്റെ എക്സ്പീരിയൻസിൽ ഒരു പുത്തൻ ലൈഫ് നയിച്ചാൽ സ്വർഗം തരുന്ന ഓഫറാണ്, ഭയങ്കര ഓഫറാണ്. എന്താ? നിങ്ങളുടെ ജഡസ്വഭാവം നിങ്ങളെ കൺട്രോൾ ചെയ്യില്ല, പിന്നെ ആത്മസ്വഭാവമായിരിക്കും നിങ്ങളെ ഭരിക്കുന്നത്. എന്താണ് ആത്മസ്വഭാവം? അതാണ് ഗലാത്യ 5:22. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. കേട്ടോ, ദേഷ്യപ്പെടേണ്ടി വരുന്ന മൊമെന്റിൽ നാച്ചുറലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്നേഹം വന്നാൽ എന്ത് നല്ലതായിരിക്കും, ഇല്ലേ? ഒരാളോട് വഴക്ക് തോന്നേണ്ട മൊമെന്റിൽ ഇൻറ്റൻഷനലി അല്ല, നാച്ചുറലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ക്ഷമ വന്നാൽ എത്ര നന്നായിരിക്കും. അങ്ങനെ നിങ്ങളെ ആക്കാമെന്നാണ് ഓഫർ. കേട്ടോ, അതിന് ഈ ജഡസ്വഭാവം ഇല്ലാതെയായി ആത്മസ്വഭാവം നിങ്ങളുടെ ഉള്ളിൽ വളരണം. ഞാൻ ബൈബിളിലെ ഒരു ഉദാഹരണം പറയുക കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചേട്ടനെ അനിയനെയും കൊണ്ടുവരാൻ പോവുക നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്. ഓക്കെ അല്ലേ? നിലത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ നിങ്ങൾ അസ്വസ്ഥരാകുണ്ടാവും, കുഴപ്പമില്ല. കുറച്ച് സമയം കൂടി, 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും കേട്ടോ. ദൈവം നടത്തട്ടെ, ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ശരി, അപ്പോൾ ഈ ചേട്ടനും അനിയനെയും ഇവരുടെ അമ്മയെ ആദ്യം പരിചയപ്പെടുത്താം. അമ്മയുടെ പേര് റെബേക്ക. പരിചയമുണ്ടോ? ഈ റെബേക്കയ്ക്ക് ഇരട്ടക്കുട്ടികളുണ്ടായി. അവളുടെ വയറ്റിൽ ഇരട്ടക്കുട്ടികളുണ്ടായി. കുഞ്ഞുങ്ങളില്ലേ എന്ന് പറഞ്ഞ് ധ്യാനകേന്ദ്രങ്ങളിൽ, പ്രാർത്ഥനാലയങ്ങളിൽ ഒക്കെ പ്രാർത്ഥിച്ച് നടന്നതാണ് ഈ അമ്മ. അവസാനം ഉള്ളിൽ ഇരട്ടക്കുട്ടികളെ കൊടുത്തു. പക്ഷെ ഇരട്ടക്കുട്ടി വയറ്റിലുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ വയറ്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവളുടെ ഉള്ളിൽ ഈ കുട്ടികൾ തമ്മിൽ ഭയങ്കര ഫൈറ്റ്, യുദ്ധം. ഈ റെബേക്കയ്ക്ക് ഒരു സ്വസ്ഥതയില്ല. വയറ്റിൽ കിടന്നേ പിള്ളേർ തമ്മിൽ അടിയാ, വഴക്കാ. ആരായിരുന്നു റെബേക്കയുടെ ഉള്ളിലെ ആ ഇരട്ടക്കുട്ടികൾ? അവരുടെ പേര് ഓർമ്മയുണ്ടോ? യാക്കോബും ഏശാവും. അറിയാം. ഇതിൽ ഒരാൾ, കേട്ടോ, ആത്മസ്വഭാവമുള്ള ആത്മീയ മനുഷ്യന്റെ പ്രതിനിധിയും
മറ്റൊരാൾ ജഡസ്വഭാവമുള്ള ജഡീക മനുഷ്യന്റെ പ്രതിനിധിയുമാണ്. കേട്ടോ, യാക്കോബ് ഏശാവ് സഹോദരങ്ങളിൽ ഒരാൾ ആത്മീയ മനുഷ്യന്റെ റെപ്രസെന്റേഷനും മറ്റൊരാൾ ജഡീക മനുഷ്യന്റെ റെപ്രസെന്റേഷനുമാണ്. ആരാണ് ആത്മീയ മനുഷ്യൻ, ആരാണ് ജഡീക മനുഷ്യൻ എന്ന് പറയാമോ? യാക്കോബ് ആത്മീയ മനുഷ്യനും ഏശാവ് ജഡീക മനുഷ്യന്റെ റെപ്രസെന്റേഷനുമാണ്. അപ്പൊ ഇവര് തമ്മിൽ വയറ്റിൽ കിടന്ന് യുദ്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ക്രിസ്ത്യൻ സ്പിരിച്വൽ ലൈഫ് സീരിയസ്ലി എടുത്തിട്ടുള്ള ഒരാളുടെ ഉള്ളില് റബേക്കയുടെ വയറ്റിൽ നടന്നതുപോലത്തെ ഒരു യുദ്ധം അയാളുടെ ഹൃദയത്തിൽ നടക്കും, എപ്പോഴും നടക്കുന്നുണ്ടാവും. മനസ്സിലായോ? റബേക്കയുടെ വയറ്റിൽ ജഡീക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിൽ നടന്ന യുദ്ധം ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന, നമ്മുടെ മനസ്സിൽ നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ, അല്ല നിങ്ങൾ ജഡീകനായിട്ട് സ്ഥിരമായിട്ട് ജീവിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഒരു യുദ്ധം ഇല്ല കേട്ടോ. സുഖ പിശാചിന് ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചോളും. അവിടെ യുദ്ധമില്ല. ആത്മീയ മനുഷ്യനുണ്ടെങ്കിലല്ലേ യുദ്ധമുള്ളൂ. ഇത് ആത്മീയ മനുഷ്യനില്ല. പക്ഷെ ആത്മീയ മനുഷ്യനും ജഡീക മനുഷ്യനും തമ്മിലുള്ള യുദ്ധം അത് ഉള്ളിൽ നടക്കുക. അങ്ങനെ റബേക്കായുടെ പ്രസവം, കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. മൂത്തവനാരാ ആദ്യം പുറത്തു വന്നത് ഇരട്ടക്കുട്ടികളിൽ? ഏശാവ്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ചേട്ടൻ നിങ്ങളുടെ നെഗറ്റീവ് ക്യാരക്ടറായ ജഡീക സ്വഭാവം ആയിരിക്കും. ഇതെല്ലാവരുടെയും പ്രത്യേകതയാണ്. നമ്മളുടെ നാച്ചുറലി പുറത്തു വരുന്നത് നമ്മുടെ നെഗറ്റീവ് ക്യാരക്ടർ ചേട്ടനാണ് ആദ്യം പുറത്തു വരുള്ളൂ. അപ്പോൾ ചേട്ടൻ പുറത്തിങ്ങനെ വരികയാണ്. ഏശാവ് ജനിച്ചു, ഏശാവ് പുറത്തു വരുന്നു. തൊട്ട് പുറകെ ആത്മീയ മനുഷ്യൻ രണ്ടാമത് ജനിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആത്മീയ മനുഷ്യൻ പിറന്നു വരുമ്പോൾ അവിടെ നടന്ന ഒരു സംഭവം അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ചേട്ടന്റെ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. യാക്കോബ് പുറത്തു വരുമ്പോൾ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. ഈ പിടിയാണ് ആത്മീയ മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. കോപം, വാശി, വെറുപ്പ്, വിദ്വേഷം, അഹങ്കാരം, സ്വാർത്ഥത, മദ്യപാനം, പരദൂഷണം, ഏഷണി, കുറ്റം പറച്ചില്, പാരവെപ്പ്, സീരിയല്, ഇതെല്ലാം വരുമ്പോൾ ആത്മീയ മനുഷ്യൻ കയറി എവിടെ പിടിക്കണം? കുതികാൽ പിടിച്ച് വലിക്കണം. ചേട്ടൻ്റെ പറ്റൂല, കുതികാൽ പിടിച്ച് വലിക്കണം. അങ്ങനെ ഒരു ഫൈറ്റ്. പക്ഷേ ചേട്ടൻ വലുതായി, അനിയനും വലുതായി. പഴയ പോലെ കാലെ പിടിച്ച് വലിച്ചാൽ ചേട്ടൻ വീഴുകയല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഈ കാലെ പിടിച്ച് വലിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ വളർന്നാൽ, ചേട്ടനും അനിയനും വളർന്നു കഴിഞ്ഞാൽ പിന്നെ കാലെ പിടിച്ച് വലിച്ച് വീഴിക്കാൻ പറ്റൂല. അവിടെ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകണം. യാക്കോബ് ആലോചിക്കുക, ആത്മീയ മനുഷ്യൻ ആലോചിക്കുക, എന്നിലെ ജ്യേഷ്ഠനായിരിക്കുന്ന ജഡീക മനുഷ്യനെ സമ്പൂർണമായി എൻ്റെ നിയന്ത്രണത്തിൻ്റെ ഉള്ളിൽ വരുത്തണം. ഇപ്പോഴും അവൻ തന്നെയാ ചേട്ടൻ, അധികാരമുണ്ട്. ആ അതോറിറ്റി കൂടെ പിടിച്ചെടുക്കണം. അതിനെ എന്തു ചെയ്യണമെന്ന് ആത്മീയ മനുഷ്യൻ ആലോചിച്ചു. ആത്മീയ മനുഷ്യൻ ആലോചിച്ച് അവസാനം ഒരു സൊല്യൂഷൻ കണ്ടെത്തി. ഇതാ, ചേട്ടന് വേണ്ടി ഒരു ഭക്ഷണം കൊടുക്കാൻ പോകുന്നു. ആ ഭക്ഷണം കൊടുത്ത് ചേട്ടൻ്റെ ജ്യേഷ്ഠാവകാശം വാങ്ങി ജഡീക മനുഷ്യനെ എന്നേക്കുമായി എൻ്റെ കൺട്രോളിനകത്ത് കൊണ്ടുവരണം. എന്താണ് ആ ഭക്ഷണം? എല്ലാവരും പറഞ്ഞു ആ ഭക്ഷണം എന്താണെന്ന്. എന്താണ് ആ ഭക്ഷണം? പായസം. പായസം എന്ന് കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ സ്പിരിച്വൽ മീനിങ് കിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതിൻ്റെ സ്പിരിച്വൽ മീനിങ് മനസ്സിലാക്കണമെങ്കിൽ ഇംഗ്ലീഷ് വേർഷൻ അതിൻ്റെ മൂലപരിഭാഷകൾ നോക്കുമ്പോൾ പായസം അല്ല അവിടെ എഴുതിയിരിക്കുന്നത്, വേറൊരു വസ്തുവാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? ബ്രെഡ് ആൻഡ് റെഡ് സൂപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ജ്യേഷ്ഠാവകാശം ഏശാവിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ യാക്കോബ് കൊടുത്ത ഭക്ഷണപാനീയത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ബ്രെഡ് ആൻഡ് റെഡ് സൂപ്പ്. എന്താണ് ബ്രെഡ് ആൻഡ് റെഡ് സൂപ്പ് എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രിയപ്പെട്ടവരെ? അതേ, പുതിയ നിയമസഭയ്ക്ക് പരിചയമുണ്ട് ഈ ബ്രെഡ് ആൻഡ് റെഡ് സൂപ്പ്. ഈ ബ്രെഡ് ആൻഡ് റെഡ് സൂപ്പ് നമുക്ക് പരിചയമുള്ളൊരു ഭക്ഷണമാണ്. എന്താണ് ആ ബ്രെഡ് ആൻഡ് റെഡ് സൂപ്പ്? അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? വിശുദ്ധ കുർബാന. അത് കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ. അതെ, യാക്കോബ് എന്ന മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ, തന്നെ നിരന്തരം കൺട്രോൾ ചെയ്യുന്ന, ഭരിക്കുന്ന ആ ജഡീക മനുഷ്യനാകുന്ന ഏശാവിൻ്റെ മേൽ അതോറിറ്റി എടുത്ത് അവൻ്റെ ജ്യേഷ്ഠനായി മാറാൻ ഉപയോഗിച്ച പാനീയം, ഭക്ഷണ പദാർത്ഥം ബ്രെഡ് ആൻഡ് റെഡ് സൂപ്പാണെങ്കിൽ, പുതിയ നിയമസഭയെ, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പുതിയ നിയമസഭയെ, നിന്നെ നിരന്തരം ഭരിക്കുന്ന നിന്റെ ജഡീക സ്വഭാവം,
ക്യാരക്ടർ ഓഫ് ഫ്ലഷ്, കോപം, വാശി, അഹങ്കാരം, സ്വാർത്ഥത, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുടെ മേൽ നിനക്കൊരു നിയന്ത്രണം, ഭരണം ആവശ്യമാണെങ്കിൽ, അതിൻ്റെ മേൽ നിന്റെ ആത്മീയ മനുഷ്യന് കൺട്രോൾ, അധികാരം നേടണമെങ്കിൽ, പ്രിയ ദൈവവേദലേ, നീ ഉപയോഗിക്കേണ്ടത് പുതിയ നിയമസഭയുടെ ബ്രെഡ് ആൻഡ് റെഡ് സൂപ്പായ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും. എൻ്റെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഞാൻ അനുഭവിക്കുന്നതിലൂടെ എൻ്റെ ഉള്ളിലുള്ള എല്ലാ തിന്മയുടെ ക്യാരക്ടറിൻ്റെ മേൽ ഞാൻ അതോറിറ്റേറ്റീവ് ആവുക. പിന്നെ ഭരിക്കുന്നത് എൻ്റെ ജഡിക മനുഷ്യനല്ല, പിന്നെ എന്നെ അനുദിനം കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ ജഡിക മനുഷ്യനല്ല, പിന്നെ എന്നെ കൺട്രോൾ ചെയ്യുന്നത് ആത്മീയ മനുഷ്യൻ. എൻ്റെ ഉള്ളിൽ നിന്ന് നാച്ചുറലി സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതെല്ലാം നാച്ചുറലി സ്വാഭാവികമായി പുറത്തു വരും. പിന്നെ ദേഷ്യം വരുമ്പോൾ എനിക്ക് കടിച്ചു പിടിച്ചത് നിർത്തണ്ട, അത് വരില്ല. പിന്നെ വാശി പിടിക്കാൻ തോന്നില്ല. വാശി പിടിക്കാൻ തോന്നിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതല്ല സൊല്യൂഷൻ. അത് തോന്നാതിരിക്കത്തക്കവണ്ണം ആത്മസംയമനം എൻ്റെ സ്വഭാവമായി മാറുന്നതാണ് അതിൻ്റെ സൊല്യൂഷൻ. അതേ പ്രിയപ്പെട്ടവരെ, ഈ നൊയമ്പ് കാലത്ത് നിങ്ങൾ കൃത്യമായി കുമ്പസാര കാലത്തെ ഉപയോഗിച്ച് സത്യസന്ധമായ കൺഫെഷൻസ് നടത്തി പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണെങ്കിൽ നിങ്ങളുടെ ജഡീക മനുഷ്യൻ നിങ്ങളെ നിയന്ത്രിക്കില്ല. നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ അധികാരത്തോടെ നിങ്ങളെ മുന്നിൽ നിന്ന് നയിക്കും. ഓ ഗ്രേസ്ഫുൾ! എത്ര വലിയ ഓഫറാണ് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഈ കൊല്ലത്തെ കുമ്പസാരത്തിൽ പള്ളിയിൽ പോയിരുന്ന് സൂത്രപ്പണി ചെയ്യല്ലേ, കള്ളക്കുമ്പസാരം നടത്തല്ലേ. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഫേക്ക് കൺഫെഷൻ. സത്യം പറയുന്നില്ല, യഥാർത്ഥ തെറ്റുകൾ ഏറ്റു പറയുന്നില്ല, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. മറച്ചു വെച്ചുള്ള കുമ്പസാരം അനന്യാസും സഫീറയും ചെയ്തതുപോലെ മരണകരമായ പാപം. അത് ചെയ്ത് വീണ്ടും പാപം വാങ്ങിച്ചു കൂട്ടല്ലേ. കുമ്പസാരത്തിന് മുന്നിൽ വന്നിരുന്നിട്ട് ഓർക്കുന്നില്ല അച്ഛാന്ന് പറയല്ലേ. ഓർക്കാൻ എത്രയോ സമയമുണ്ടായിരുന്നു നിങ്ങൾക്ക്, എത്രയോ നാളുണ്ടായിരുന്നു നിങ്ങൾക്ക്. നോമ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് പറഞ്ഞു തുടങ്ങിയതല്ലേ കുമ്പസാരം. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ തന്നെ. ഒന്ന് ഒരുങ്ങാൻ എത്ര കാലമുണ്ടായിരുന്നു. ധൂർത്തനായ പുത്രൻ കുമ്പസാരിച്ച കാര്യം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ധൂർത്തനായ പുത്രൻ കുമ്പസാരത്തിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളത് അറിഞ്ഞത് എങ്ങനെയാ? ഈ ധൂർത്തനായ പുത്രൻ കുമ്പസാരിച്ചത് കേട്ടിട്ടല്ല നമ്മളത് പറഞ്ഞത്. ധൂർത്തനായ പുത്രൻ ഒരു പ്രിപ്പറേഷൻ ഓഫ് കൺഫെഷൻ ഉണ്ടായിരുന്നു. ഒരു കുമ്പസാരത്തിനുള്ള ഒരുക്കം നടത്തിയ അയാൾ എവിടെ വെച്ചാ ഒരുങ്ങിയെന്നറിയാമോ? പന്നിക്കൂട്ടില്. അപ്പൊ പന്നിക്കൂട്ടി വെച്ചും പ്രിപ്പറേഷൻ ഓഫ് കൺഫെഷൻ നടത്താം. കണ്ടോ? അവിടെ വെച്ച് അയാൾ ഒരു പ്രിപ്പറേഷൻ ഓഫ് കൺഫെഷൻ നടത്തി. എന്നിട്ട് അയാൾ തീരുമാനിച്ചു, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് ചെന്ന് ഇന്നതാണ് പറയാൻ പോകുന്നത്. എന്താണ്? അയാൾ ആ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തു. എന്താ? അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും വിരോധമായി പാപം ചെയ്തു. കൂലിക്കാരനെ പോലെയെങ്കിലും എന്നെ കൈക്കൊള്ളണമേ. നിന്റെ ഭവനത്തിൽ ദാസനെ പോലെയെങ്കിലും എന്നെ വിചാരിക്കണമേ. നിനക്ക് വിരോധമായി ഞാൻ ചെയ്ത സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. എ പ്രിപ്പറേഷൻ ഓഫ് കൺഫെഷൻ. അത് അവിടെ ഇരുന്ന് അദ്ദേഹം നടത്തി. അത് കഴിഞ്ഞിട്ട് അപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ അപ്പൻ ഇതിൻ്റെ പകുതി പോലും പറയാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് മോതിരവും ചെരുപ്പും ഒക്കെ ഇടിയിപ്പിച്ച് പുതിയ ഉടുപ്പും കൊടുത്ത് പെരയ്ക്കകത്ത് കയറ്റി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉണ്ടാവണം ഈ പ്രിപ്പറേഷൻ ഓഫ് കൺഫെഷൻ. കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരുങ്ങി നല്ല ഒരു കുമ്പസാരം നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാഗ്ദാനമാണ് പ്രിയരെ ഇപ്പോൾ ഇവിടെ സംസാരിക്കപ്പെട്ടത്. മൂന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാനിന്ന് ഈ മെസ്സേജിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. നാലാമത്തെ ഒരു ബെനിഫിറ്റ്, ഒരു പോയിന്റ് കൂടെ സംസാരിച്ച് ഞാൻ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ ബെനിഫിറ്റ്, മാനസാന്തര ജീവിതം നയിക്കുന്ന ഒരാൾക്ക് കഷ്ടങ്ങൾ സാരമില്ലാതെയാകുന്നു. അയാളുടെ ജീവിതത്തിലെ ക്രൈസിസ്, പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ അല്ലാതെയായി മാറുന്ന അനുഭവം. നമ്മളെയൊക്കെ ഏറ്റവും അധികം ഭാരപ്പെടുത്തുന്നത് നമ്മുടെ കഷ്ടങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ? കഷ്ടതയില്ലാത്ത ആരാ ഉള്ളത്? ഇന്നിവിടെ വന്ന് നിൽക്കുന്ന അനേകർ
ഈ ആലയത്തിൽ വന്ന് നിന്ന് കണ്ണുനീരൊഴുക്കുന്ന, പ്രാർത്ഥിക്കുന്ന, മുട്ടുമടക്കി പരിശുദ്ധൻ്റെ സന്നിധിയിൽ വണങ്ങുന്ന അനേകർ അവരുടെ ജീവിതത്തിൻ്റെ തീരാത്ത നൊമ്പരങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ഞാൻ ഇന്നിവിടെ വരുന്നു എന്നറിഞ്ഞ് ഇന്നലെ ഇന്നുമായിട്ട് എത്ര പേരെ എന്നെ വിളിച്ചാച്ചാ പരിശുദ്ധൻ്റെ ഖബറിങ്കൽ ഞങ്ങളുടെ സങ്കടങ്ങൾ കണ്ണുനീരുകളൊന്നും സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനേക സങ്കടങ്ങൾ, കഷ്ടങ്ങൾ, ഈ കഷ്ടതകൾ ഇല്ലാതാക്കാം എന്നല്ല പറഞ്ഞത്, കഷ്ടങ്ങൾ സാരമില്ല എന്നാകുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കഷ്ടത ഒരു പ്രശ്നമല്ലാതെയായി മാറുന്ന അനുഭവം. അത് ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സഹനങ്ങൾ, കഷ്ടതകൾ, നൊമ്പരങ്ങൾ, ദുഃഖങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നോട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആ സഹനങ്ങൾക്കൊന്നും നമ്മുടെ ജീവിതത്തെ തകർക്കാൻ കഴിയില്ല. വളരെ കുഞ്ഞുകാലം മുതൽ കഷ്ടതകളെ ഭയന്ന് ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ഞാൻ. വളരെ ഡിപ്രഷൻ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പിതാവും ഒരു വൈദികനായിരുന്നു. എൻ്റെ പിതാവ് മരണപ്പെട്ടിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ക്യാൻസറായിട്ട് മരിച്ചുപോയി. എൻ്റെ അമ്മ എനിക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ക്യാൻസർ രോഗിയായി. ആ കാലങ്ങളിൽ വളരെ ഡിപ്രസീവായിട്ടുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നോർത്ത് ഭയപ്പെട്ട് കഴിഞ്ഞ നാളുകൾ. എന്നാൽ നീണ്ട 10 വർഷക്കാലം ക്യാൻസർ രോഗത്തിൻ്റെ വിവിധ വശങ്ങളിലൂടെ കടന്നുപോയി എൻ്റെ അമ്മ മരണപ്പെടുകയാണ്. 2001 ജനുവരി മാസത്തിൽ എൻ്റെ അമ്മ മരണപ്പെടുന്നതിന് 2 മാസം മുമ്പ് തന്നെ ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ ശക്തമായി നിറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു, മോനെ, അമ്മയുടെ രോഗത്തെ ഓർത്തോ മരണത്തെ ഓർത്തോ നീ ഭാരപ്പെടണ്ട, രോഗം നല്ലതിനാ. എൻ്റെ അമ്മയ്ക്കുണ്ടാകുന്ന ആ രോഗാവസ്ഥയുടെ നടുവിൽ ഞങ്ങൾ ക്രിസ്തുവിലേക്ക് വന്നു. ഞങ്ങൾ സുവിശേഷത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അന്നാണ് അച്ഛൻ ഇവിടെ ആമുഖത്തിൽ ഓർമ്മിപ്പിച്ച കോലഞ്ചേരിയിലുള്ള മലങ്കര സഭയിലെ ആദ്യത്തെ ധ്യാന കേന്ദ്രം, സുഖദ ധ്യാന കേന്ദ്രം എന്ന ധ്യാന കേന്ദ്രം ആരംഭിക്കാനിടയായത് എൻ്റെ അമ്മയുടെ ക്യാൻസർ രോഗത്തിൻ്റെ പശ്ചാത്തലമാണ്. ആ രോഗത്തിൻ്റെ നടുവിൽ ദൈവവചനത്താൽ അമ്മയ്ക്ക് ലഭിച്ച ആശ്വാസത്തിൻ്റെ, ബലത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ ആരംഭിച്ച ആ ശുശ്രൂഷാലയത്തിൽ വന്ന് 100 കണക്കിന് 1000 ആളുകൾ അവരുടെ സങ്കടങ്ങളുടെ നടുവിൽ പ്രത്യാശ വാങ്ങി മടങ്ങിപ്പോയപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞത്, മോനെ, എനിക്കൊരാൾക്ക് ക്യാൻസർ വന്നെങ്കിൽ, അത് മുഖാന്തരം നമ്മൾ സുവിശേഷത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെങ്കിൽ, അത് മുഖാന്തരം നമ്മൾ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയെങ്കിൽ, അതിലൂടെ 1000 10,000 രോഗികൾക്ക് സൗഖ്യവും ആശ്വാസവും ലഭിച്ചുവെങ്കിൽ ആ ക്യാൻസർ നല്ലതല്ലേ? അമ്മ പറഞ്ഞതാ. ഞാൻ ഷമ്മാസനാകണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായി. അഭ്യുന്നനായ അത്താനാസിസ് തിരുമനസിനോട് അമ്മ ആഗ്രഹം പറഞ്ഞ് ഡിഗ്രി 2nd ഇയർ പഠിക്കുന്ന എന്നെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഷമ്മാസനാക്കാമെന്ന് അഭ്യുന്ന തിരുമേനി തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നിട്ട് എൻ്റെ ഷമ്മാശ പട്ടംകൊട നടക്കേണ്ടതിൻ്റെ തലേ ദിവസം രാത്രി 9 മണിക്ക് എൻ്റെ അമ്മ മരണപ്പെടുകയാണ്. ആ തലേ ദിവസം രാത്രി 9 മണിക്ക് അമ്മ മരണപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ പട്ടംകൊട ശുശ്രൂഷ നടക്കണം. അങ്ങനെ അമ്മയുടെ മൃതശരീരം എൻ്റെ പട്ടംകൊട നടക്കേണ്ട പള്ളിയിൽ കൊണ്ടുവച്ചു. അമ്മയുടെ മൃതശരീരം പള്ളിയകത്തിരിക്കുന്ന സമയത്താണ് ഞാൻ ഷമ്മാശനായി യൗപ്പതിയോഖിനോ പട്ടം അഭിയുന്ന തിരുമേനി എനിക്ക് നടന്നത്. അന്ന് ഞാൻ ആ പട്ടം സ്വീകരിച്ചപ്പോൾ എനിക്ക് 19 വയസ്സ് പ്രായമേ ഉള്ളൂ. പിറ്റേ ആഴ്ച ഞാൻ ആദ്യമായി ഒരു വേദിയിൽ സുവിശേഷം പറഞ്ഞു, 1.5 മണിക്കൂർ, 19ാമത്തെ വയസ്സിൽ. അന്ന് ആ ശുശ്രൂഷ നടത്താൻ, സുവിശേഷം പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ, ഈ ക്യാൻസർ രോഗം വന്നത് നന്നായി. കഷ്ടതയൊരു പ്രശ്നമല്ല മോനെ, സഹനമൊരു വിഷയമല്ല മോനെ. കഷ്ടതകളിൽ നിന്ന്, സഹനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നീ ജീവിച്ചെരിയണം. വിശുദ്ധരുടെ ജീവിതം അങ്ങനെയല്ലേ? ഈ പരിശുദ്ധൻ്റെ സന്നിധിയിൽ നമ്മളൊക്കെ തിരി കത്തിക്കുന്നു. എന്താ മെഴുകുതിരി കത്തിക്കുന്നതിൻ്റെ അർത്ഥം? അതെ, ആ പരിശുദ്ധൻ ജീവിച്ചതുപോലെ മറ്റുള്ളവർക്ക് പ്രകാശം കാണിച്ച് സ്വയം എരിഞ്ഞ് തീരുന്ന ജീവിതം. ഇതാണ് ലൈഫ് ഓഫ് എ സെയിൻറ്റ്. അതുപോലെ പരിശുദ്ധ പരിമല തിരുമേനി എന്നെയും ആക്കി തീർക്കണമേ എന്ന പ്രാർത്ഥനയല്ലേ നാം തിരി കത്തിക്കുമ്പോൾ? പരിശുദ്ധ പിതാവേ, അങ്ങ് സഭയ്ക്ക്, മലങ്കര സഭയ്ക്ക് പ്രകാശം കാണിച്ച് എരിഞ്ഞ് സ്വയം ഇല്ലാതായതുപോലെ ഞങ്ങളെയും ലോകത്തിനു പ്രകാശം കാണിച്ച് സ്വയം ഇല്ലാതെയാകാൻ, ആ സ്വയം ഇല്ലാതാകുന്ന മെഴുകിൻ്റെ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ പ്രിയപ്പെട്ടവരെ. പക്ഷെ തിരിച്ചറിയണം,
ആ സഹനങ്ങളിൽ അനേകർക്ക് നാം വെളിച്ചമായി മാറുകയാണ്. ഇന്ന് തമ്പുരാൻ നമ്മെ ക്ഷണിക്കുന്നത് അതിനാ. അതുകൊണ്ട് മാനസാന്തര ജീവിതം നിങ്ങൾ നയിച്ചാൽ നിങ്ങളുടെ കഷ്ടതകളെല്ലാം നന്മയ്ക്കാക്കി മാറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അത് രോഗമാകട്ടെ, കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, മരണമാകട്ടെ, വാളാകട്ടെ, ഇതിലൊന്നിനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ അകറ്റാൻ കഴിയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ, ആലയിൽ ആടികൾ തീർന്നു പോയാലും മുന്തിരിവള്ളിയിൽ മുന്തിരികൾ കായ്ച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കുമെന്ന് ഹബക്കൂക്ക് പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ, നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ നടുവിൽ ക്രിസ്തുവിനെ ആരാധിക്കാൻ, അനേകർക്ക് വേണ്ടി എരിഞ്ഞടങ്ങാനുള്ള തീപ്പന്തങ്ങളായി മാറാൻ ഇന്ന് ഈ ധ്യാന ദിനങ്ങളിൽ തമ്പുരാൻ നമ്മെ ക്ഷണിക്കുന്നു. ആകയാൽ മാനസാന്തര ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന 4 ഗുണങ്ങളെ പറ്റിയാണ് ഈ പകൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നിശ്ചയമായും ഈ ബോധ്യങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വെളിച്ചം നൽകട്ടെ, പുതിയ മനുഷ്യനാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുന്നു.